നമസ്കാരം. ശത്രു രാജ്യങ്ങളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ സർജിക്കൽ നീക്കവുമായി ഇന്ത്യ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി സുരക്ഷയെയും പ്രതിരോധ സന്നാഹങ്ങളെയും അടിമുടി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ബ്രഹ്മാണ്ഡ പദ്ധതിക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തുടക്കമിട്ടിരിക്കുന്നത്. വർഷങ്ങളായി ആരും തിരിഞ്ഞു നോക്കാൻ മടിച്ച മഞ്ഞുമൂടിയ മലനിരകളിലും കഠിനമായ കാടുകളിലും കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലേക്ക് വികസനത്തിന്റെ തീക്കാറ്റ് വീശാൻ പോവുകയാണ്. ശത്രു രാജ്യങ്ങളുടെ സകല കണക്കുകൂട്ടലുകളെയും തകിടം മറിച്ചുകൊണ്ട് അതിർത്തിയിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ പരമാവധി ശക്തിപ്പെടുത്താനായി ഒറ്റയടിക്ക് 45,000 കോടി രൂപയാണ് കേന്ദ്രം വാരിയെറിഞ്ഞിരിക്കുന്നത്. കേവലം 18 മുതൽ 24 മാസങ്ങൾക്കുള്ളിൽ ഈ വമ്പൻ പദ്ധതി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും സൈന്യവും ഒരേപോലെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. കേട്ടറിഞ്ഞതുകൊണ്ടോ കണ്ടറിഞ്ഞതുകൊണ്ടോ തീരുന്നതല്ല ഈ പദ്ധതിയുടെ വ്യാപ്തി. ഇത് ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര വഴിത്തിരിവാണ്. അയൽ രാജ്യങ്ങൾ അതിർത്തികളിൽ രാപ്പകലില്ലാതെ കുഴികളെടുത്ത് ആയുധങ്ങൾ സംഭരിക്കുകയും റോഡുകളും ഹെലിപോർട്ടുകളും നിർമ്മിച്ച് അഹങ്കരിച്ച് വീമ്പിളക്കുകയും ചെയ്യുമ്പോൾ അവയുടെ സകല മോഹങ്ങളെയും ഒറ്റയടിക്ക് ചവിട്ടി മെതിക്കാനാണ് ഭാരതം ഈ കൂറ്റൻ റെയിൽവേ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അടുത്ത 2 വർഷത്തെ മൊത്തം റെയിൽ അടിസ്ഥാന സൗകര്യ ബജറ്റിന്റെ 22% വരുന്ന ഭീമാകാരമായ തുകയാണ് ഇതിനായി മാത്രം സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, അസം തുടങ്ങി ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും റെയിൽ ശൃംഖലകൾ ഇനി വൻതോതിൽ നവീകരിക്കപ്പെടും. പുതിയ റെയിൽവേ ട്രാക്കുകൾ, അത്യാധുനിക പ്ലാറ്റ്ഫോമുകൾ, കാലപ്പഴക്കം ചെന്ന സിഗ്നലിംഗ് സംവിധാനങ്ങളുടെ പൊളിച്ചെഴുത്ത് എന്നിവയിലൂടെ ഈ അതിർത്തി ഗ്രാമങ്ങൾ സമാനതകളില്ലാത്ത മുന്നേറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ശത്രുക്കൾ ഇനി എന്തൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ ഇനി ഉരുക്കുമുഷ്ടി പോലെ സുരക്ഷിതമായിരിക്കുമെന്ന് ചുരുക്കം. സൈനിക ആവശ്യങ്ങൾക്കും സാധാരണക്കാരുടെ യാത്രാ സൗകര്യങ്ങൾക്കും ഒരുപോലെ മുൻഗണന നൽകിക്കൊണ്ടുള്ളതാണ് ഈ പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ. സൈന്യത്തിന് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ലിത്, മറിച്ച് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അടിയന്തരമായ ഒരു യുദ്ധ സാഹചര്യമോ സുരക്ഷാ ഭീഷണിയോ ഉണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് സൈനികരെയും യുദ്ധോപകരണങ്ങളെയും എത്തിക്കാൻ പാകത്തിലുള്ള അതിവേഗ റെയിൽ ശൃംഖലയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഹിമാലയൻ അതിർത്തികളിലെ കഠിനമായ മഞ്ഞുമൂടിയ മലനിരകളായാലും രാജ്യത്തിൻ്റെ സുരക്ഷയിൽ അതിനിർണായകമായ സിലിഗുരി ഇടനാഴിയായാലും വടക്ക് കിഴക്കൻ മേഖലകളിലെ ദുർഘടമായ വനപ്രദേശങ്ങളായാലും ഇനി ഏത് കൊടുങ്കാറ്റിലും കോരിച്ചൊരിയുന്ന മഴയിലും ട്രൂപ്പുകളെ തടസ്സങ്ങളൊന്നുമില്ലാതെ അതിവേഗം എത്തിക്കാൻ സാധിക്കും. റോഡ് മാർഗം മണിക്കൂറുകളോ ദിവസങ്ങളോ എടുക്കുന്ന യാത്രകൾ ഇനി ട്രെയിനുകളിലൂടെ മിനിറ്റുകൾക്കുള്ളിൽ സാധ്യമാകുമെന്നത് നമ്മുടെ സൈന്യത്തിൻ്റെ സ്ട്രൈക്കിംഗ് പവർ 10 മടങ്ങ് വർദ്ധിപ്പിക്കും. വർഷങ്ങളായി വികസനമെത്താതെ ഒറ്റപ്പെട്ടു പോയ അതിർത്തി പ്രദേശങ്ങളിൽ റോഡ് കണക്ടിവിറ്റിയുടെ പരിമിതികളെല്ലാം മറികടക്കാൻ ട്രെയിൻ പാളങ്ങൾ വരുന്നു എന്നത് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. അതിർത്തികളിൽ ദിവസേന മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും സുരക്ഷാ വെല്ലുവിളികളുടെയും പശ്ചാത്തലത്തിലാണ് ഭാരതം ഈ നിർണായക ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ചൈന നടത്തുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കടന്നുകയറ്റ ശ്രമങ്ങൾക്കും അതിവേഗത്തിലുള്ള റോഡ്, വ്യോമ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ റെയിൽവേ വിപ്ലവം. ചൈനീസ് അതിർത്തിയിൽ തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അവർ എയർപോർട്ടുകളും ഹെലിപോർട്ടുകളും അതിവേഗം നിർമ്മിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിനെതിരെയാണ് ഇന്ത്യ ഇപ്പോൾ 10 മടങ്ങ് കരുത്തോടെ കളം പിടിച്ചിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള അതിർത്തി പ്രദേശങ്ങളിലെ നിരന്തരമായ വെല്ലുവിളികളും ബംഗ്ലാദേശിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കി മാറ്റിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അതിർത്തി വികസനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സർക്കാർ ഈ ഭീമാകരമായ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഇനി പാകിസ്ഥാനോ ചൈനയോ എന്ത് കുതന്ത്രങ്ങൾ മെനഞ്ഞാലും നമ്മുടെ സൈന്യത്തിന് അതിർത്തിയിലേക്ക് കുതിച്ചു ചെല്ലാൻ ആരുടെയും അനുവാദമോ ദിവസങ്ങളുടെ കാത്തിരിപ്പോ ഇനി ആവശ്യമില്ല. ഒരൊറ്റ വിസിലടിയിൽ അതിർത്തിയിലേക്ക് ആയുധങ്ങളും ടാങ്കറുകളും സൈന്യവും ഇരച്ചെത്തുന്ന ആ കാലം വിദൂരമല്ല. ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഈ മാസ്റ്റർ സ്ട്രോക്ക് നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്.
സ്വന്തം രാജ്യത്തിൻ്റെ ഒരു തുണ്ടു ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്നും ഏത് വെല്ലുവിളിയെയും നേരിടാൻ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാണെന്നുമുള്ള കടുത്ത പ്രഖ്യാപനമാണിത്. സാമ്പത്തികമായി നമ്മെ തകർക്കാൻ നോക്കുന്നവരുടെ മുന്നിൽ ഇന്ത്യയുടെ സാമ്പത്തിക കരുത്തും പ്രതിരോധ ശേഷിയും ഒരേപോലെ ഉയർന്നു നിൽക്കുന്ന ചരിത്ര മുഹൂർത്തത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിലെ ഈ ബ്രഹ്മാണ്ഡ വികസനം കേവലം ട്രാക്കുകൾ ഇടുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതിയെ പ്രതിരോധപരമായി പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഒരു മാസ്റ്റർ പ്ലാൻ കൂടിയാണിത്. മലനിരകളും ദുർഘടമായ ചുരങ്ങളും നിറഞ്ഞ അതിർത്തികളിൽ സൈന്യത്തിന് ആവശ്യമുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കൃത്യസമയത്ത് എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു നമുക്ക്. എന്നാൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ആ ഭാരങ്ങളെല്ലാം ഇനി ഇല്ലാതാവുകയാണ്. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കും ഈ പദ്ധതി വലിയൊരു അനുഗ്രഹമായി മാറും. വർഷങ്ങളായി പുറം ലോകവുമായി കാര്യമായി ബന്ധമൊന്നുമില്ലാതെ കഴിഞ്ഞിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുഖ്യധാരാ വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ ഇതിലൂടെ സാധിക്കും. റെയിൽവേ കണക്ടിവിറ്റി വരുന്നതോടെ ആ പ്രദേശങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളും വ്യാപാര സാധ്യതകളും തുറക്കപ്പെടും. ഇത് അവിടുത്തെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കും. ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തെ അതിർത്തിയിലെ ശത്രു രാജ്യങ്ങൾ കണ്ട് വിറയ്ക്കുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും ചൈന ഇതുവരെ തങ്ങളുടെ ഭാഗത്ത് റോഡുകളും റെയിൽപാതകളും നിർമ്മിച്ച് സൈന്യത്തെ വേഗത്തിലെത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ അതിനേക്കാൾ വേഗത്തിലും കൃത്യതയിലും പണികൾ പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ്. പാകിസ്ഥാനാകട്ടെ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ലഭിച്ച ഏറ്റവും ശക്തമായ തിരിച്ചടിയാണിത്. ഇന്ത്യ ഇപ്പോൾ സാമ്പത്തികമായി മാത്രമല്ല തന്ത്രപരമായ നീക്കങ്ങളിലും എത്രമാത്രം മുന്നിലാണെന്ന് ലോകരാഷ്ട്രങ്ങൾ പോലും ഇപ്പോൾ അത്ഭുതത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. അമേരിക്കയും മറ്റ് ആഗോള ശക്തികളും ഇന്ത്യയുടെ ഈ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയെ വളരെ ഗൗരവത്തോടെയാണ് വിലയിരുത്തുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം തന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്ന ഈ സർക്കാർ നയം ജനങ്ങളുടെ ഇടയിലും വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 18 മുതൽ 24 മാസം എന്ന ചെറിയ കാലത്തിനുള്ളിൽ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണെങ്കിൽ കൂടി നമ്മുടെ തൊഴിലാളികളുടെയും എഞ്ചിനീയർമാരുടെയും കഠിനാധ്വാനം കൊണ്ട് അത് സാധ്യമാകുമെന്നതിൽ സംശയമില്ല. ഓരോ ദിവസവും പുതിയ റെയിൽപാതകൾ അതിർത്തിയിലേക്ക് നീളുമ്പോൾ അത് നമ്മുടെ ശത്രുക്കളുടെ നെഞ്ചിൽ തീ കോരിയിടുന്നതിന് തുല്യമായിരിക്കും. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ പ്രതിരോധ സേനയുടെ കരുത്ത് എത്രമാത്രം ആവശ്യമാണോ അത്രത്തോളം തന്നെ അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങളും അത്യാവശ്യമാണെന്ന തിരിച്ചറിവാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയം. ചുരുക്കത്തിൽ ഭാരതം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റതും നിർണായകവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിർത്തി കാക്കുന്ന സൈനികർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകാനും രാജ്യത്തിൻ്റെ ഓരോ കോണിലും സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനും ഈ 45,000 കോടി രൂപയുടെ റെയിൽവേ പദ്ധതിക്ക് സാധിക്കും. വരും നാളുകളിൽ ഇന്ത്യയുടെ വികസന കുതിപ്പ് ലോകം മുഴുവൻ അടയാളപ്പെടുത്തുന്ന ഒരു സുവർണ അധ്യായമായി ഈ പദ്ധതി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ശത്രുക്കളുടെ എല്ലാ ആക്രമണങ്ങളെയും കുതന്ത്രങ്ങളെയും വികസനവും കരുത്തും കൊണ്ട് നേരിടാൻ ഭാരതം എന്നും സജ്ജമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ റെയിൽവേ വിപ്ലവം. അപ്പോൾ ഈ മാസ്റ്റർ സ്ട്രൈക്കിൽ ഇനി ആർക്കൊക്കെ സ്ട്രോക്ക് വരുമെന്ന് കണ്ടറിയാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു സുപ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.